ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഈ സന്യാസിനിയെ ദൈവം തന്റെ ധർമ്മകാര്യങ്ങൾ സ്വീകരിക്കുവാൻ തന്റെ കരുണയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർവ്വമായ ഉന്നത സ്ഥാനവും വിശ്രമവും സംഗീതവും സ്വർഗീയമെന്നും ഈ സന്യാസിനിക്ക് നൽകട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കേൾവിപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ സന്യാസിനിക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഈ സന്യാസിന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിശുദ്ധം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ സന്യാസിന് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പീഡകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമർത്ഥമായ തന്റെ കരുണയുടെ ബഹുല നിമിത്തം താനവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഈ സന്യാസിയുടെ മേൽ എന്താ കരുണ ചെയ്യട്ടെ. ഈ സന്യാസിയുടെ വേർപാടിൽ ദുഃഖിച്ചു വിലപിച്ചു ഇവിടെ അവശേഷിക്കുന്നവരെ തമ്പുരാൻ ആശ്വസിപ്പിച്ച് എത്രയിൽപ്പെടുത്തട്ടെ. കൃപാലുവായ തന്നെ മോഹിപ്പിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണ ആവശ്യമായിരിക്കുന്ന ആ ദിവസത്തിൽ ദൈവം ഇവളിൽ കരുണ ചെയ്യട്ടെ. ദൈവം തന്റെ വിശുദ്ധന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ഈ സന്യാസിനിയെ ആനന്ദിപ്പിക്കട്ടെ. ആദിത്യനായ ലാസറിനോടുകൂടെ ഈ ദാസിയെയും ദൈവം സന്തുഷ്ടയാക്കട്ടെ. കരുണയാകുന്ന നല്ല എണ്ണയാൽ തങ്ങളുടെ ദീപദൃഷ്ടികൾ വിട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ 5 കന്യകമാരോടൊപ്പം ദൈവം ഈ സന്യാസിനിയെയും സന്തോഷിപ്പിക്കട്ടെ. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നീറുന്ന വേദനയും നീക്കിക്കളയട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഉയർപ്പ് മൂലം സന്തോഷിപ്പിച്ചവനായ ദൈവം ഇവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും
ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കട്ടെ. വത്സല സഹോദരരെ, പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിപ്പീൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതെന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭം മുൻപ് തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൊള്ളുവിൻ അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും നിങ്ങൾ ഉത്തരമല്ലട്ടെ. ഐശ്വര്യ സമ്പൂർണമായ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാത്രകൾക്ക് മറുപടി അരുളട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും നല്ല ശ്രദ്ധത്തോടെ നിദ്ര പ്രകാശിക്കുന്ന ഈ സന്യാസിനിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഈ സന്യാസിനിയെ തന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തട്ടെ. ആദ്യ മനുഷ്യന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനം ഈ സന്യാസിനിക്ക് വാസസ്ഥലമായിരിക്കട്ടെ. ദൈവമാതാവായ കന്യകമറിയത്തിന്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. നിന്നിലുള്ള ശരണത്തോടുകൂടി നിദ്ര പ്രാപിച്ച ഈ ഭക്തയായ സന്യാസിനിയെ ദൈവം കൃപയോട് ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ മൃതസംസ്കാരങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവിനെയും മരിച്ചുപോയവരെയും പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ആദാസിയെയും സ്വീകരിക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധനുമായി മാറുന്നവരെ പ്രാർത്ഥനകൾ നിന്റെ സിംഹാസനത്തിന്